എന്നാ പരിപാടി? ചിക്കൻ കറി വെക്കുന്നേ എന്നേ കട മറ്റേ അരിപ്പത്തിരി ഇല്ലേ അത് വന്നിരിക്കുന്ന കണ്ട എന്നിട്ടിപ്പം എന്നാ ഓർത്ത് ചിക്കൻ കറി വെച്ചിട്ട് അത് കൂട്ടി കഴിക്കാം. ഒത്തിരി നാളായി അങ്ങനെ കഴിച്ചിട്ട്. എനിക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചപ്പാത്തിനെയൊക്കെ കാട്ടിലും പത്തിരി ഇഷ്ടം. മുണ്ടക്കത്തൊക്കെ എപ്പോഴും കിട്ടുവേ, നമ്മുടെ ഇവിടെ അങ്ങനെ കിട്ടാറേ. കടയിൽ വന്ന അപ്പൊ അത് കണ്ടപ്പം ഉമേഷേട്ടൻ പറയുന്നത് നമുക്ക് ചിക്കൻ മേടിച്ചത് കൊടുക്കാം. അത് ഡയറക്റ്റ് ഇട്ടാ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇത് റെഡി ടു ഇറ്റാ. പക്ഷെ അവിടെയൊക്കെ മുണ്ടക്കത്തൊക്കെ ഇല്ലേ ഈ പെരുന്നാളും ഇതൊക്കെ വരത്തില്ലേ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ വരുമ്പോ ഇതുപോലത്തെ സാധനം അവർ തന്നെ ഉണ്ടാക്കും, തന്നെ വീടുകളിലുണ്ടാക്കും. അത് ഭയങ്കര പാടാണ് ഇത് ഉണ്ടാക്കാൻ. അവരിന്ന് അച്ഛൻ്റെ ഒന്നും ഉണ്ടാക്കും, നമ്മളൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ താഴെ നമ്മുടെ മറ്റേ ഷൈനാക്കച്ചൊക്കെ അവിടെ നിന്ന് എപ്പോഴും ഈ പത്തിരിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് സൂപ്പറാട്ടോ. അവർക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം, അതാണ് അതിൻ്റെ കാര്യം. നമ്മളുണ്ടാക്കി അത് റെഡിയാകത്തില്ല. അങ്ങനെ സെറ്റാക്കി നമുക്കിത് ഇന്ന് പാക്കറ്റ് ചപ്പാത്തിയിലൂടെ പാക്കറ്റും പിന്നെ അരിപ്പത്തിരിയിലൂടെ ചിക്കൻ കറി കൂട്ടി കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാം ഗൈസ്. അപ്പൊ കഴിക്കാൻ നേരം കാണാവേ. ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പത്തിരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. നോക്കട്ടെ ഞാനുണ്ട് പത്തിരി. എല്ലാവരും കഴിച്ചു കേട്ടോ, ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. പത്തിരി ഒന്നും ചെയ്യാനില്ല കേട്ടോ, റെഡി ആയിട്ട് കഴിക്കാം. റെഡി ടു ഈറ്റ് കേട്ടോ. ഞാൻ ചിക്കൻ കറി വെക്കുവാണേ. ഇച്ചിരി ചാറ് കൂട്ടി വയ്ക്കാവേ, നമ്മൾ സെറ്റപ്പ്. ഇതാണ് പത്തിരിയും ചിക്കൻ കറിയേ. നമ്മൾ കഴിക്കാം. പത്തിരി മുട്ടയിട്ട ചിക്കൻ പീസൊക്കെ വെച്ച് പത്തിരി എടുത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്ര പ്രശ്നമില്ല, ഞാൻ കുഴപ്പമില്ല. അയ്യോ